ഇവിടെ 2-3 പേര് കരഞ്ഞോണ്ട് കിച്ചണിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പരിപാടി? ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ ഇതിന്റെ സ്പെഷ്യലാണ്. അമ്മയും എന്തെയും കൂടെ കരച്ചില് മാറാണ്ട് രണ്ടുപേരും നന്നായിമേ വരുവുള്ളൂ. നേരത്തെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം എന്റെ വീടില്ലായിരുന്നു, അതിനായിട്ട് സന്ധ്യന്റെ വീഡിയോ എടുത്തു. അപ്പൊ രണ്ടാളുടെ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞു ചേച്ചിക്ക് വീഡിയോ ഇല്ല, അങ്ങനെ നമുക്ക് ചേച്ചിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഒരു 3 ഇങ്ങോട്ട് വന്നു. വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കണം. നമ്മൾ വരുമ്പോ കുട്ടികളും കളി എല്ലാം കൂടിയായി പോകാൻ തോന്നിയില്ല. അങ്ങനെ കുറച്ചു നേരം കൂടി ഇവിടെ വന്നപ്പോ ചപ്പാത്തി കോഴിക്കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ ഞാൻ ചപ്പാത്തി മാവ് കുഴച്ചവൻ പറഞ്ഞു ഞാൻ കുഴക്കാൻ വേണ്ടി. സന്ധ്യ എന്താ ചെയ്യാൻ, ഉള്ളി പഞ്ഞിട്ടൊക്കെ അവര് വൃത്തിയാക്കണം. ഞാൻ പറഞ്ഞ ഉള്ളി ഞാൻ വെട്ടിത്തരാം. അപ്പൊ ഇതിനാ പറഞ്ഞ കോഴി കറി ഞാൻ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഉള്ളി വെട്ടിത്തരാം. ഉള്ളി വെട്ടിത്തരാൻ കുറച്ച് കഷ്ടമാണ്. അപ്പൊ ഉള്ളി വെട്ടിട്ട് പറഞ്ഞു. എനിക്ക് തോന്നി ഇതാ കണ്ടിക്കൂടെ ഉണ്ടോ വെള്ളം വരുന്നത്. അപ്പൊ എന്റെ പുറത്ത് നമ്മുടെ ഹെയർ കോട്ടനും ജോനെവിടെ? ഇവിടെ ഭയങ്കര കളിയിലാണല്ലേ? ഇപ്പൊ ബുക്ക് എടുക്കും, മലയാളം എടുക്കും, നോട്ട്ബുക്ക് എടുക്കും. ഹലോ ഗൈസ്, ബിലാസ് വന്ന ശേഷം പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ട ഒരു വ്ളോഗാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള വ്ളോഗ്. അപ്പൊ ഇതുവരെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹേവ്ഗുഡ് പറയുന്നത് ഇതാണ്, പഠിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, പക്ഷെ അത് ഇവിടെ നടക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആൾക്കാരെ അവിടെ 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 അപ്പൊ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു സംഭവമാണ്. അത് ഓണാക്കി തരാം. അത് ഇവിടെ വേണേ അത് ഓൺ ചെയ്തേ. അല്ല മോട്ടർ ചിമ്മി ചിമ്മി ഓൺ ചെയ്യേ. ഞങ്ങളിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അതൊരു അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ് ആണ്, പെട്ടെന്ന് വന്നു. നീ ഉണ്ടാക്കുക? ഓക്കെ ഓക്കെ ഉണ്ടാക്കുക. ആദ്യമായിട്ട് നമുക്കറിയില്ലല്ലോ ടേസ്റ്റ് ഒന്നും. ഉള്ളിക്ക് വിസിൽ വന്ന ചിക്കൻ വേണ്ടേ? കറിവേപ്പിലയോ? ചിക്കനിലോ കറിവേപ്പിലയോ? ചിക്കൻ കഴിയും, മസാലയൊക്കെ റെഡി ആവുമ്പോൾ ചിക്കൻ കഴിച്ചു. അവര് ആരെയും വേണ്ടൊക്കെ വളർത്തിയിട്ടുണ്ട്. അച്ഛനാണ് പോക പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അച്ഛൻ സോഫിൽ ഇരിക്കുന്നുണ്ട്. ഈ പിള്ളേരുടെ കളിക്കൊന്നും അച്ഛൻ പോകില്ല. ഒരാരും ഇതുവരെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ. അമ്മയാണെങ്കിലും കൊറേ കൂടി ഉള്ള ദിവസമായിരുന്നു അല്ലേ? അതൊക്കെ ദിവസമായിരുന്നു. അവർ പുറത്തേക്ക് പോകുന്നു. എല്ലാവരും വർക്കിൽ തിരക്കിലൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഇവിടുത്തെ വീഡിയോസ് ഉണ്ട്, അമ്മയുടെ വീഡിയോ ഉണ്ട്, വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ ആരെയും കാണുന്നുണ്ടോ? എല്ലാവരും ചോദിച്ചു എവിടെ അമ്മയുടെ അമ്മ വന്നപ്പോ ആരും ചോദിച്ചില്ല. അതുപോലെ ഹൗസ് വാമിങ്ങിന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മണ്ണെല്ലാവരും ഇവിടുന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ സുജിത്തിന് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഒരാൾ മെസ്സേജ്. അപ്പൊ വേറെ പിന്നെ സന്ധ്യനും കാണില്ല. അതിലായിട്ട് അവരുണ്ട്. ഇപ്പൊ വീഡിയോയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. കുറെ പേര് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് കാണാൻ.
അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചൊരു വ്ളോഗ് ചെയ്യുന്നത്. വീഡിയോ നമ്മൾ ഒരുമിച്ച് കാണാനായിട്ടില്ല. അതെ അതെ. പിന്നെ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായി ഇല്ലേ. അപ്പൊ അവർക്ക് അമ്മയ്ക്ക് പോകേണ്ട കാര്യം വന്നു. അപ്പൊ ഞാനും അച്ഛനും വീട്ടിലായി, പിന്നെ ഇതിന് ഇവിടെയായി. അപ്പൊ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പക്ഷെ കൊറേ പേര് അടിച്ചു പിരിഞ്ഞു അല്ലേ? ശരി, എല്ലാവർക്കും ഇഷ്ടം ശരിക്കും നോക്കുമ്പോ കൂട്ടുകുടുംബം അല്ലേ? എല്ലാവർക്കും ഇഷ്ടം കൂട്ടുകുടുംബത്തോട് നിൽക്കുന്നതാണ്. അത് പറയാൻ ഇഷ്ടപ്പെടുന്നു പറയാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ലോകത്തിലെ പോലെ ഇവിടെ കൂട്ടുകുടുംബങ്ങളൊന്നും ഇല്ല. ഇല്ല, എല്ലാവർക്കും ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ അവരവരുടെ കാര്യങ്ങൾ. അച്ഛൻ ഹായ് പറയച്ചേ. ഹായ് പറയച്ചേ. അച്ഛൻ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് പിള്ളേർ എന്താ പറയുക അലമ്പാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ റൂമൊക്കെ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് യുവിനെ കിടത്താമെന്ന് ചോദിക്കും. അത് ഇവിടെ കിടത്തിയ ആ സ്പോട്ടിൽ എൻ്റെ പേരിൽ തന്നെ പിന്നെ എഴുന്നേറ്റ് പോകും അല്ലേ. ഉച്ചയ്ക്കൊക്കെ ഒരു 2 മണിക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മണി വരെ ഞാനിങ്ങനെ എടുക്കണം. പിന്നെ കിടത്തിയാൽ പിന്നെയും കരയും. അങ്ങനത്തെ ഒരു ശീലം ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേണേൽ ഒന്ന് കിടത്തി കാണിച്ചു തരാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന നുണ പറയായിരിക്കും. കിച്ചണിൽ പോകാൻ മടിയുള്ളതുകൊണ്ട് വേണ്ട കിടത്തണ്ട. ഒരു ഒപ്പീനിയൻ പറഞ്ഞ എന്താ അറിയോ, എഴുന്നേറ്റ പിന്നെ അവൾ കരഞ്ഞോണ്ടിരിക്കും. പിന്നെ കാര്യം പിന്നെ വീഡിയോ ഒന്നും ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചിലർ കമന്റ് ചെയ്യില്ല, ചിലർ പക്ഷെ ഒരുപാട് പേര് കമന്റ് ചെയ്യും കേട്ടോ. അത് കണ്ടാലും കമന്റ് ചെയ്യും. അപ്പൊ പിന്നെ എന്താണ് ഗൈസ്, നമ്മുടെ വീഡിയോസ് കുറെ പേർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ റീസൺ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അമ്മ മക്കളാണെങ്കിലും നമ്മുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും കുറെ പേരിലേക്ക് റീച്ച് ആവുന്നില്ല. എല്ലാവരും ചോദിക്കും നിങ്ങൾ ഇടുന്നില്ലേ ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തൊന്ന് നോക്കണേ, അതിലുണ്ടാകും. പിന്നെ ഒരുമിച്ചുള്ള വീഡിയോസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്താ പറയുക, ഒരുമിച്ച് കൂടുന്ന സമയത്തും ഇന്നിപ്പോൾ അവരവരെ വർക്കുകളുണ്ട് എഡിറ്റിങ്ങിലൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ അല്ലേ നമ്മുടെ സീന്. അപ്പോൾ അവർക്ക് അവരുടെ കൊണ്ട് നമ്മൾ ഇന്നലെ കുറച്ച് വർക്കിലായിരുന്നു. ആ ടൈമിൽ നമുക്ക് കുറച്ച് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇടാൻ പറ്റുക. രണ്ടാളും കൂടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ജിയാൻ എപ്പോഴാണ് എക്സാം? നിനക്ക് പഠിക്കാനൊന്നുമില്ല? കവിത ഹേമുവിന്റെ കവിത കേട്ടില്ലല്ലോ. കവിതന്റെ എന്താ വായിക്കാം? ഓക്കെ, വിട്ടയക്കുക. ആരാ എഴുതിയേ? ബാലമണിയല്ല, ബാലാമണി. ബാലാമണിയാണ്. അമ്മ സാധാരണ മസാല ഇട്ടോ. വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാണ് പറഞ്ഞു മറക്കട്ടെ കനറിന്തകാലത്തിലും ജന്മഭൂമിയെ കാണന മോഹനം താമര തടാകങ്ങൾ താമര മലർ കയ്യാൽ തടാകങ്ങൾ പ്രേമമോടെ എന്നെ അങ്ങ് വിളിക്കുന്നു പുഷ്പര പുൽത്തളിര്. അത് കഴിഞ്ഞില്ലേ? അടുത്തത് അത് മാം 6 ലൈൻസ് ബൈ ഹാർട്ട് ഞാൻ പറഞ്ഞല്ലേ. ഇത് വായിക്കേ. പുൽത്തളിരുകൾ അങ്ങനെ പറഞ്ഞില്ല. പുൽത്തളിരുകൾ പൂന്തുകിൽ നെയ്യുന്നു പുഷ്പരാജ്. അത് മാത്രം വേണ്ട, ഞാൻ പറഞ്ഞു. എന്റെ കൂടെ എപ്പോഴും പഠിച്ചു എന്നുള്ളതാണ്. മലയാളം നമുക്കൊരു പേടിണ്ടായിരുന്നു പിക്കപ്പ് ചെയ്യുമെന്ന്. ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം പിക്കപ്പ് ചെയ്തു. ഇപ്പൊ കുഞ്ഞ് വായിച്ചു ഇനി ഇവനെ എഴുതുന്നുള്ളത് നല്ല കുട്ടിയായിട്ട് നല്ല സ്റ്റൈലായിട്ടോ അല്ലേ? അറിയുന്നല്ലേ. ഓക്കെ, അത് മതി. പഠിക്ക് പഠിക്കണം പറയുമ്പോ സ്ഥിരമായിട്ടുള്ള പരിപാടിയാ. ഏതോ പോയി പഠിക്കും. പഠിക്കണം എന്ന് പറയുമ്പോ എന്നുള്ളത് ചപ്പാത്തി ഉണ്ടാക്കിയോ? ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞ ഒരു ചപ്പാത്തി ഉണ്ടാക്കി മതി പറയാറുണ്ട്. അങ്ങനെ അതെന്താണ് വേഗം പണി കഴിച്ചതായിരിക്കും അല്ലേ? എന്താ ചപ്പാത്തിയെ കറിയോ? ഈ കറിന്റെ പ്രത്യേകത ഗ്രേവി ഇല്ല കേട്ടോ.
ചപ്പാത്തി നോക്കട്ടെ ജ്യൂസിന് ചപ്പാത്തി ഞാൻ കഴിച്ച് ചിക്കൻ കറി ഒന്ന് ചപ്പാത്തി കാണിക്കാം. ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കില്ല പറഞ്ഞത്. അരേ വാ. ഇതാ ചപ്പാത്തി തരാം. ഇതിന് പ്രത്യേക ഇതാണ് കേട്ടോ. അതെ, ഇതിലെല്ലാം പിടിച്ചോ എന്തൊക്കെയായി എന്നുള്ളതാണ് സവി കറിയോ സിനുവേണ്ടോ അവിടെ സിനുവേട്ടാ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. പിന്നെ നീ ടേസ്റ്റ് ചെയ്തത് അപ്പൊ ഇങ്ങനെയാണ് നമ്മള് കുക്കറിൽ ഇട്ടുന്നേ ഉള്ളൂ. കുക്കറിൽ പിന്നെ എന്തിനാ ഇടുന്നേ? കുക്കറിൽ ഇടും, പക്ഷെ കുക്കറിൽ ടോപ്പ് അടിക്കില്ല. അതിന് കുക്കറിൽ അതെന്തറിയോ, ഇടുന്നേ. നമുക്കിത് ഇതൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു ചെയ്തല്ലേ, ഒന്ന് അടച്ച് മൂടി വെക്കുന്ന ഒരു വിസിൽ വരുമ്പോൾ അങ്ങനെ എടുക്കും. അപ്പോൾ ഇതിനൊരു പരുവായിരുന്നു. പക്ഷെ അതിനകത്ത് ഉപ്പും മുളകൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ നാളെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി, അപ്പോഴാണ് ടേസ്റ്റും കൂടി. പിന്നെ അതന്നെ ഫോളോ ചെയ്യുന്നത്. ടേസ്റ്റാ നന്നായിണ്ട്. നല്ല ടേസ്റ്റ് ഒക്കെ അത് സദ്യ പറയാം. ഞാനെന്താ കാണട്ടെ ആന്റി, ഇഷ്ടമായിട്ടിടാ ഇട്ട് കൊടുക്കാന്. ഏവു തലവേന വന്നാലേ പഠിക്കാൻ പറഞ്ഞപ്പോ ഏവിന് പെട്ടെന്നൊരു തലവേന പഠിക്കാൻ പറഞ്ഞു. അല്ല തലവേദന ആ തലവേന ആദ്യമേ ഉണ്ട്. ജുവാൻ കുട്ടി ആടാട്, രണ്ട് കുട്ടികളും ആടാട്, ജോലി സുന്ദരിക്കും അന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ല അല്ലല്ലേ? ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പാ. ആടാട് ആടാട്. രാത്രി യാത്രയില്ല ഞങ്ങളെന്ന് യാത്രയിലെ യാത്ര. പോയില്ലേ? മതി മതി മതി. മക്കൾ ഓക്കേ ബൈ മദ ടാറ്റ യുജിമാൻ. കറി കറി കലത്ത 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 കലത്ത. അവര് രാവിലെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഷൂട്ടിങ് ചെയ്യായിരുന്നു. രാവിലെ കൊണ്ട് ഷൂട്ടിംഗ് നടത്തിയിരുന്നത്. അതെ. ഉച്ചൂടാ ഗുഡ് നൈറ്റ്. അങ്ങനെ എല്ലാരും പോയി കേട്ടോ. എല്ലാരും തിരിച്ചു പോയി. ഇപ്പൊ സമയം ഒരു 8-8:30 ആയിട്ടുണ്ടാവും. ഫുഡ് കഴിച്ചിട്ട് പോകുന്നു. നേരത്തെ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പറഞ്ഞ എന്തായാലും സാറിന് വന്നതല്ലേ, എപ്പോഴും സാധാരണ ഫുഡൊന്നും കഴിക്കാണ്ട് അറിഞ്ഞല്ലേ. അമ്മയാണെങ്കിലും ഷൂട്ടിങ് കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ടേബിളിൽ ശരിക്കും തലവേദനയായിരുന്നു കേട്ടോ. നമ്മൾ അവനെ തെറ്റിദ്ധരിച്ചു, പഠിക്കാൻ പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് കുറച്ചിട്ടേ അന്ന് ടൈം ഉറങ്ങി. ഇനി യുവി ഫുഡ് കഴിച്ചിട്ടില്ല. യുവി മാത്രമേ ഇനിയോടെ കഴിക്കാറുള്ളൂ. ഇവിടെ 12 മണിയാവും. അപ്പൊ എല്ലാവരും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ ബിലാസ്പൂരിലെ പോലെ നിങ്ങൾ വ്ളോഗ് ചെയ്യൂ, അങ്ങനെ കാണണം, വീഡിയോ ചെയ്യാന്നൊക്കെ. അപ്പൊ എല്ലാവരും ആഗ്രഹിച്ച, എല്ലാവരും കുറെ പേര് നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗ് ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. യുവി പഠിക്കാൻ വന്നു കേട്ടോ. അപ്പൊ ശരി കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പുതിയ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വിശേഷങ്ങൾ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാം. എല്ലാവർക്കും ബൈ.